നിങ്ങൾ ഇതൊന്ന് കേട്ടോ എന്നിട്ട് എനിക്കൊരു കാര്യം പറയണ്ടേ. അശ്വിന്റെ അമ്മ എന്ന് പറയുന്നേ അമ്മ എന്ന് വിളിച്ചുവിടെ എന്നുള്ളത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കാൻ കാര്യം. എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ മരുതൻകുഴി വീട്ടിലൊരാൾ ഇരിപ്പുണ്ട്. പുള്ളിക്കാരിയുടെ പേരാണ് സിന്ധു കൃഷ്ണകുമാർ. അപ്പൊ ആ പുള്ളിക്കാരിനെ അല്ലാതെ എനിക്ക് വഴി നിൽക്കുന്ന എല്ലാവരെയും അമ്മയെ അച്ഛനൊന്നും എനിക്ക് വിളിക്കാൻ പറ്റില്ല. എന്റെ അച്ഛൻ കൃഷ്ണകുമാറാണ്, എന്റെ അമ്മ സിന്ധു കൃഷ്ണയാണ്. അശ്വിന്റെ അമ്മയാണ് മീനാക്ഷി, അശ്വിന്റെ അച്ഛനാണ് ഗണേഷ്. എല്ലാവർക്കും അവരവരുടെ അമ്മ അച്ഛനൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ വിളിച്ചാൽ ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ വിളിച്ചു. എന്തൊരു കഷ്ടല്ലേ നിങ്ങൾ അവർ പറയുന്നതെന്ന് കേട്ടോക്കാണ്. വഴിയെ പോകുന്നവരൊക്കെ അമ്മ എന്ന് വിളിക്കാൻ പറ്റുമോ? സ്വന്തം ഭർത്താവിൻ്റെ അമ്മയെ വഴിയെ പോകുന്നവരാക്കിയിട്ടാണ് അവർ ചിത്രീകരിക്കുന്നത്. എന്തൊരു കഷ്ടമല്ലേ. ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ടല്ലോ. എനിക്ക് ആ സഹോദരിയോട് പറയുന്നത്, ഈ അമ്മ എന്ന് വിളിക്കുന്നത് സ്വന്തം ഭർത്താവിൻ്റെ അമ്മയെ അമ്മ എന്ന് വിളിക്കുന്നതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. സ്വന്തം അമ്മ ജീവിച്ചിരിക്കെ സ്വന്തം ഭർത്താവിൻ്റെ അമ്മയെ, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും അടുത്ത ഡീപ്പായിട്ടുള്ള സൗഹൃദം അല്ല ഫ്രണ്ടിൻ്റെ അമ്മയെ നമ്മൾ വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ ഉമ്മ എന്ന് വിളിക്കാറുണ്ട്. അതൊക്കെ എന്ന് വെച്ചാൽ ബന്ധങ്ങൾ പോലെ ഇരിക്കും. ഈ മനുഷ്യർ തമ്മിൽ ഭാര്യ ഭർത്ത ബന്ധം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഈ ഒരു വാക്കുമെന്ന് മനസ്സിലായി. അങ്ങനെയല്ല, നമുക്ക് നമ്മളെ ഭർത്താവിൻ്റെ അമ്മയെ നമ്മൾ സ്വന്തം അമ്മയെ പോലെ കണ്ട് നമ്മൾ അമ്മ എന്ന് വിളിക്കും. ഇപ്പം എൻ്റെ ഉമ്മാനെ എൻ്റെ വൈഫ് ഉമ്മ എന്നാണ് വിളിക്കുന്നത്, ഞാൻ വൈഫിൻ്റെ ഉമ്മാനെ ഉമ്മ എന്നാണ് വിളിക്കുന്നത്. കാരണം അതൊക്കെ എന്ന് വെച്ചാൽ ഒരു ബന്ധങ്ങൾ തമ്മിൽ കൂട്ടുറപ്പിക്കാനും അതിൻ്റെ ഒരു ഭാഗമാണത്. പക്ഷെ അതൊന്നും എന്താ പറയുക, ഈ കുട്ടി ഈ സഹോദരി പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് എനിക്ക് മനസ്സിലായത്. ഭർത്താവായ അശ്വിൻ്റെ അമ്മയെ അമ്മ എന്ന് വിളിക്കൂല എന്ന് പറയുമ്പോൾ ഇവരൊക്കെ ഏത് ലോകത്തവരൊക്കെ ജീവിക്കുന്നില്ലേ, നമുക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ, എന്താ വെച്ചാൽ ഒരു പുച്ഛഭാവമാണ് ഇവരെ സംസാരത്തിൽ. നിങ്ങളൊന്ന് ആലോചിച്ചാൽ ടോട്ടലി ഒരു പുച്ഛഭാവമാണ്. ആരോടും ഒരു സമൂഹത്തിനോടോ കുടുംബത്തിനോടോ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിലുള്ളൊരു പ്രതികരണമാണ് ഈ സഹോദരി നടത്തിപ്പോയത്. വളരെ വളരെ ഖേദകരം, തള്ളിക്കളയേണ്ട പ്രസ്താവനയാണ് ഇതൊക്കെ.